ഇറക്കുമതി ചെയ്യുന്ന ജല മത്സ്യ ഉൽപ്പന്നങ്ങൾക്ക് നിർബന്ധിത സർട്ടിഫിക്കേഷൻ ഏപ്രിൽ 22 മുതൽ. ഒമാനി കുന്തിരിക്കത്തിന് ഭൗമസൂചക പദവി, ഗൾഫിൽ ആദ്യ നേട്ടം. ഗൾഫ് മാധ്യമം നൂർ ഗസൽ റമലാൻ ക്വിസ് ബമ്പർ വിജയ്ക്ക് സമ്മാനം കൈമാറി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഒമാനിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ജല മത്സ്യ ഉൽപ്പന്നങ്ങൾക്ക് നിർബന്ധിത അംഗീകൃത സർട്ടിഫിക്കേഷൻ ഏപ്രിൽ 22 മുതൽ പ്രാബല്യത്തിൽ വരും. ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സെന്റർ ഇതു സംബന്ധിച്ച് ഇറക്കുമതി കമ്പനികൾക്ക് അന്തിമ മുന്നറിയിപ്പും നൽകി. പുതിയ നിയമപ്രകാരം കുപ്പിവെള്ളം, ഫാം മത്സ്യങ്ങൾ, ടിന്നിലടച്ച ഫിഷ് ഉൽപ്പന്നങ്ങൾ എന്നിവ കയറ്റി അയക്കുന്ന വിദേശ സ്ഥാപനങ്ങൾക്ക് അതത് രാജ്യങ്ങളിലെ ബന്ധപ്പെട്ട അധികാരികളുടെ ഔദ്യോഗിക അംഗീകാരം നേടിയിരിക്കണം. അല്ലാത്ത പക്ഷം ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് ഒമാൻ വിപണിയിൽ പ്രവേശനം അനുവദിക്കില്ല. ദേശീയ ഭക്ഷ്യസുരക്ഷയും ഗുണമേന്മയും ശക്തിപ്പെടുത്തുന്നതിനും ഉപഭോക്തൃ ആരോഗ്യ സംരക്ഷണത്തിനുമായി ഈ നടപടി സ്വീകരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങളുമായുള്ള കരാറുകൾ മൂലമുള്ള സാമ്പത്തിക നഷ്ടങ്ങൾക്ക് തങ്ങൾ ഉത്തരവാദികളല്ലെന്നും ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി സെന്റർ മുന്നറിയിപ്പ് നൽകി. സുൽത്താനേറ്റിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഇറക്കുമതി സ്ഥാപനങ്ങൾക്കും ഈ നിർദ്ദേശം ബാധകമാണ്. റോയൽ ഡിഗ്രി 84/2008 പ്രകാരമുള്ള ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നത്. പ്രഖ്യാപന തീയതിയിൽ നിന്ന് 6 മാസത്തെ സാവകാശം ഇതിനായി അനുവദിച്ചിരുന്നു. ഇതോടൊപ്പം മത്സ്യബന്ധന മേഖലയിലെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനായി രാജകീയ ഉത്തരവ് 70/2026 പ്രകാരമുള്ള പുതിയ ചട്ടങ്ങളും നിലവിൽ വന്നിട്ടുണ്ട്. നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് 1 വർഷത്തെ സാവകാശവും അനുവദിച്ചിട്ടുണ്ട്. ഒമാനി കുന്തിരിക്കത്തിന് ഭൗമസൂചിക പദവി ലഭിച്ചു. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനിൽ നിന്ന് ഔദ്യോഗിക അംഗീകാരം ലഭിച്ചതോടെ ആഗോള വിപണിയിൽ ഇതിന്റെ തനിമയും ഗുണമേന്മയും നിയമപരമായി സംരക്ഷിക്കപ്പെടും. ഈ പദവി ലഭിക്കുന്ന ഗൾഫ് മേഖലയിലെ ആദ്യ ഉൽപ്പന്നമാണിത്. വ്യാജ ഉൽപ്പന്നങ്ങൾ തടയാനും തനത് ഉൽപാദകർക്ക് മികച്ച വിപണി മൂല്യം ഉറപ്പാക്കാനും ഈ പദവി സഹായിക്കും. ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയവും വിപോയും ചേർന്നുള്ള ദീർഘകാല പരിശ്രമത്തിനൊടുവിലാണ് ഈ നേട്ടം കൈവരിച്ചത്. ഗൾഫ് മാധ്യമവും നൂർ ഗസലും ചേർന്ന് സംഘടിപ്പിച്ച റമലാൻ ക്വിസ് മത്സരത്തിലെ ബമ്പർ വിജയ്ക്ക് സമ്മാനം കൈമാറി. മസ്കത്ത് അൽഖുദിൽ നിന്നുള്ള എറണാകുളം സ്വദേശി സൽമാൻ ഫാരിസ് ആണ് വിജയി. സോക്കർ കാർണിവൽ വേദിയിൽ നടന്ന ചടങ്ങിൽ നൂർ ഗസൽ ഫുഡ്സ് ആൻഡ് സ്പൈസസ് സെയിൽ മാനേജർ അസിം PK, ഗൾഫ് മാധ്യമം ഒമാൻ മാർക്കറ്റിംഗ് മാനേജർ ഷൈജു സലാഹുദ്ദീൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിശിഷ്ടാതിഥികളായി എത്തിയ നടൻ ലുക്മാൻ അവറാനും മുൻ ദേശീയ ഫുട്ബോൾ താരം സുശാന്ത് മാത്യുവും ചേർന്ന് 55 ഇഞ്ച് TV സമ്മാനമായി നൽകി. സൽമാൻ ഫാരിസിനു വേണ്ടി പിതാവ് മുജീബ് സമ്മാനം ഏറ്റുവാങ്ങി. സീബിൽ കവർച്ച നടത്തിയ കേസിൽ പ്രതിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഏഷ്യൻ പൗരനിൽ നിന്ന് ബലം പ്രയോഗിച്ച് പണവും മൊബൈൽ റീചാർജ് കാർഡുകളും കവരുകയായിരുന്നു. പ്രതിക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.